നമസ്കാരം. ഒടുവിൽ പിണറായി വിജയൻ തന്നെ പി ദിവ്യയെ കൈവിട്ടിരിക്കുന്നു. കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇങ്ങനെയൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. TV പ്രശാന്തൻ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ഒരു അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നു, പരാതി അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ കോപ്പികൾ TV പ്രശാന്തൻ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ ADM നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന തരത്തിൽ TV പ്രശാന്തൻ്റെതായ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയ അറിയിപ്പ്. ഫലത്തിൽ പി ദിവ്യ ADM നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ കയറി വന്നുകൊണ്ട്, അതായത് അവരെ ക്ഷണിക്കാതെ തന്നെയാണ് പി ദിവ്യ ആ ചടങ്ങിൽ കയറി വന്നത്. അവിടെ വെച്ച് പി ദിവ്യ നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചത് അത്രയും TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്നും ഒരു പെട്രോൾ പമ്പിന് NOC കൊടുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ളത് തന്നെയായിരുന്നു. 98,500 രൂപ TV പ്രശാന്തൻ ഏതോ ഒരു സഹകരണ ബാങ്കിൽ നിന്നും പണയപ്പെടുത്തി വായ്പയെടുത്ത പണമാണ് നവീൻ ബാബുവിന് കൊടുത്തത് എന്ന രീതിയിലാണ് പി ദിവ്യയും പ്രശാന്തനുമെല്ലാം അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ TV പ്രശാന്തൻ പറയുന്നത് പോലെ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ലഭിച്ചിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറയുമ്പോൾ പി ദിവ്യയെ കൂടി മുഖ്യമന്ത്രി കൈവിട്ടതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം TV പ്രശാന്തന്റെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്, നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കയറി വന്നുകൊണ്ട് പി ദിവ്യ പറഞ്ഞതത്രയും TV പ്രശാന്തന്റെ പരാതികളാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ TV പ്രശാന്തന്റെ ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ TV പ്രശാന്തൻ ഇങ്ങനെ ഒരു പരാതി അയച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ മാധ്യമങ്ങളടക്കമുള്ള ആളുകളോട് പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ TV പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബുവിന് പി ദിവ്യ അഴിമതിക്കാരനാണ് എന്ന് പരസ്യമായി അവഹേളിച്ചതും ആക്ഷേപിച്ചതും ആ മനോവിഷമത്തിലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പി ദിവ്യ പിന്നെ ആർക്ക് വേണ്ടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബുവിന് അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞത്? അപ്പോൾ അത് പി ദിവ്യയുടെ ഒരു ഭാവനാ സൃഷ്ടി മാത്രമായിരുന്നു. മറ്റേതെങ്കിലും കാരണം പുറത്തു പറയാൻ പറ്റാത്തതിനാൽ TV പ്രശാന്തൻ്റെ പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കുന്നതിന് വേണ്ടി നവീൻ ബാബു അഴിമതി നടത്തി കൈക്കൂലി വാങ്ങി എന്ന് പറയുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കപ്പെടേണ്ടത്. അതായത് പി ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ അത്രയും കള്ളമാണ് എന്നുള്ളത് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ TV പ്രശാന്തന് അത്തരത്തിലൊരു പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണേണ്ടതാണ്. അത്തരത്തിലൊരു പരാതി അവിടെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല കോഴിക്കോട് വിജിലൻസ് ഡയറക്ടർ ഇക്കാര്യം, അതായത് TV പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് പറഞ്ഞ് ആ കേസും തള്ളിക്കളഞ്ഞിരിക്കുന്നു. TV പ്രശാന്തൻ നവീൻ ബാബുവിന് പണയം വെച്ച് സഹകരണ ബാങ്കിൽ നിന്നും 98,500 രൂപ വായ്പയായി എടുത്ത് ആ പണമാണ് നവീൻ ബാബുവിന് കൊടുത്തത് എന്ന് TV പ്രശാന്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ TV പ്രശാന്തൻ സഹകരണ ബാങ്കിൽ നിന്ന് സ്വർണം പണയപ്പെടുത്തി 98,500 രൂപ എടുത്തു എന്നുള്ളതിന് ഒരു രേഖയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കാണത്. അതുകൊണ്ട് TV പ്രശാന്തനെ പോലുള്ള CPM പ്രവർത്തകന് അത്തരത്തിലൊരു രേഖയുണ്ടാക്കാൻ കഴിയും. ആ രേഖയുണ്ട് എന്നുള്ളത് കോഴിക്കോട് വിജിലൻസ് ഡയറക്ടർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പണം നവീൻ ബാബുവിന് കൈമാറി എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള രേഖകളോ തെളിവുകളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി TV പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു അടിസ്ഥാനവും തെളിവായി നൽകാൻ TV പ്രശാന്തന് സാധിച്ചിട്ടില്ല. അത് തെളിയിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ക്ലീൻ ചീട്ട്, നവീൻ ബാബുവിന് ക്ലീൻ ചീട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കിയത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നവീൻ ബാബുവിനെ പി ദിവ്യയും TV പ്രശാന്തനും അടക്കമുള്ള ഒരു പറ്റം ആളുകൾ, അതിനെ കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല, വകവരുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പി ദിവ്യയെ, അതായത് കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി ദിവ്യയെ മുഖ്യമന്ത്രി തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ TV പ്രശാന്തൻ ഇത്തരത്തിലൊരു പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പി ദിവ്യ പറഞ്ഞത് എന്നുള്ളതിന് പി ദിവ്യ മറുപടി പറയേണ്ടത്
പറയേണ്ടതായി വരും. നിയമ സംവിധാനങ്ങൾ PP ദിവ്യയെ കൊണ്ട് അത് പറയിപ്പിക്കും. പാർട്ടി സംവിധാനങ്ങൾ PP ദിവ്യയെ കൈയഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് TV പ്രശാന്തൻ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ള രീതിയിൽ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് വ്യാജമാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞിരിക്കുന്നു അത്തരത്തിലൊരു പരാതി അവിടെ ലഭിച്ചിട്ടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ PP ദിവ്യ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് പരത്തിയത്? അഴിമതിക്കാരനാണ് എന്ന് PP ദിവ്യ പറയുക മാത്രമല്ല, നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് PP ദിവ്യ പറയുന്ന പരാമർശങ്ങൾ അത്രയും PP ദിവ്യ കൊണ്ടുചെന്ന ഒരു വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് അത് വീഡിയോയിൽ പകർത്തി ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എമ്പാടും പ്രചരിപ്പിച്ച് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി PP ദിവ്യ ശ്രമിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇതാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് PP ദിവ്യ ADM നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞത്? തീർച്ചയായും തെളിയിക്കേണ്ട ബാധ്യത PP ദിവ്യയ്ക്ക് വന്നിരിക്കുന്നു. അതായത് പാർട്ടി സംവിധാനങ്ങൾ പോലും PP ദിവ്യയെ കൈയൊഴിയുമ്പോൾ കൃത്യമായി ഈ വിഷയത്തിൽ പിണറായി വിജയനും CPM-ന്റെ തലപ്പത്തിരിക്കുന്നവർക്കും കൃത്യമായൊരു അജണ്ടയുണ്ട്. PP ദിവ്യയെ അവർ കൈവിടുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ADM നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ PP ദിവ്യയ്ക്ക് സാധിച്ചിട്ടില്ല. PP ദിവ്യയും TV പ്രശാന്തനും പറഞ്ഞത് വ്യാജമാണ് എന്ന് തെളിയുന്നു. ADM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് കേസ് എടുത്തത് PP ദിവ്യയ്ക്ക് എതിരെയുള്ള ആ കേസ് നിലനിൽക്കും എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ നവീൻ ബാബുവിനെ കൃത്യമായൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അപായപ്പെടുത്തുകയായിരുന്നു, കൊല ചെയ്യുകയായിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ PP ദിവ്യയും TV പ്രശാന്തനും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണം എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ഒരു വിധി വരാനിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും PP ദിവ്യയ്ക്കും TV പ്രശാന്തനും ഇപ്പോൾ കനത്ത പ്രഹരം ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.